എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെള്ളിയാഴ്ചയാണ്, 27 സെപ്റ്റംബർ. ഒരു റെക്കോർഡ് ഹൈ സ്ട്രീക്കിലാണ് ഇന്ത്യൻ മാർക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കീ സെക്ടറുകളിലും ബൈയിങ് ഇൻട്രസ്റ്റ് പ്രകടമാണിപ്പോൾ. സെപ്റ്റംബർ 26, അതായത് ഇന്നലെ നിഫ്റ്റി ആദ്യമായി 26,250 എന്ന പോയിന്റ് ടച്ച് ചെയ്യുകയുണ്ടായി. 26,000 ഒരു ഷോർട്ട് ടേം സപ്പോർട്ടായി എടുത്തുകൊണ്ട് 26,300, 26,500 എന്നിവയായിരിക്കും നിഫ്റ്റിയുടെ അടുത്ത ടാർഗറ്റുകൾ. അതേസമയം നമുക്കൊരു ചെറിയ കൺസോൾട്ടേഷനും 100% തള്ളിക്കളയാൻ പറ്റില്ല. 26,000 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് മാർക്കറ്റിന് വളരെ നല്ലൊരു പോസിറ്റീവാണ്. ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ് അതുകൊണ്ട് തന്നെ മാർക്കറ്റിന് വരുന്നുണ്ട്. അതേസമയം സെൻസെക്സ് 86,000 to 86,300 വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് മാർക്കറ്റിൽ. FII DI ഡാറ്റ നോക്കുമ്പോൾ ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് നെറ്റ് ബയേഴ്സായി മാറിയതായി കാണാം. 2 ദിവസത്തെ സെല്ലിങ്ങിന് ശേഷം അവർ ബയേഴ്സായി മാറിയിരിക്കുകയാണ്. 629 കോടിക്കാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്തിരിക്കുന്നത്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 2,405 കോടി രൂപയ്ക്ക് ബൈ ചെയ്തതായിട്ട് നമുക്ക് കാണാം. അടുത്തതായി ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസിലുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഓഗസ്റ്റിൽ അനൗൺസ് ചെയ്ത പ്രകാരം 2 സ്റ്റോക്കുകൾ നിഫ്റ്റി 50 ഇൻഡെക്സിലോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്. അത് ട്രെൻഡും ഭാരത് ഇലക്ട്രോണിക്സുമാണ്. അപ്പോൾ ഈ സ്റ്റോക്കുകളിൽ നമുക്ക് ഒരുപാട് ഫണ്ടുകളുടെ എൻട്രി പ്രതീക്ഷിക്കാം. പുതിയതായിട്ട് ഇൻഡെക്സ് ഫണ്ടുകളുടെ എൻട്രി നമുക്കിതിൽ നന്നായിട്ട് പ്രതീക്ഷിക്കാം. ട്രെൻഡ് ആൻഡ് ഭാരത് ഇലക്ട്രോണിക്സ്. അതേസമയം DV സ്ലാബും LTI മൈൻട്രിയാണ് നിഫ്റ്റി 50യിൽ നിന്നും പുറത്തു പോകുന്ന 2 സ്റ്റോക്കുകൾ. അപ്പോൾ ഈ 2 സ്റ്റോക്കുകൾ നമുക്കൊരു സെല്ലിങ്ങും പ്രതീക്ഷിക്കാം. ലാർജ് ക്യാപ്പ് അല്ല, നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടുകളുടെ സെല്ലിങ്ങും നമുക്ക് ഈ സ്റ്റോക്കുകൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് പഞ്ചാബ് നാഷണൽ ബാങ്കും KEC ഇൻ്റർനാഷണലും. ഈ 2 കമ്പനികളും QIP വഴി ഫണ്ട് റേസ് ചെയ്തു എന്നുള്ളൊരു ന്യൂസ് ഉണ്ട്. അടുത്തത് ടൊറൻറ്റ് ഫാർമയ്ക്കെതിരെ വന്നൊരു അലിഗേഷൻ ഉണ്ടായിരുന്നു, ഷെൽക്കാൽ 500 എന്ന മരുന്നിൻ്റെ ക്വാളിറ്റിയെ പറ്റി. എന്നാൽ കമ്പനി പറയുന്നത് ആ സാമ്പിൾ കമ്പനി ഉണ്ടാക്കിയതല്ലെന്നും അത് നോൺ ജെനുവിൻ ആണെന്നുമാണ്. അടുത്തത് ഇന്ത്യൻ ബാങ്ക് 5,000 കോടി ലോങ് ടൈം ഇൻഫ്രാസ്ട്രക്ചർ ബോണ്ട് വഴി റേസ് ചെയ്യാൻ അപ്രൂവ് ആയിട്ടുണ്ട്. അടുത്തത് ലെമൺ ട്രീ ഗുജറാത്തിൽ പുതിയൊരു 74 റൂമുള്ള പ്രോപ്പർട്ടിയിൽ പാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. അടുത്തത് എസ്കോട്ട് കുബോട്ട എന്നുള്ള ട്രാക്ടർ കമ്പനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ട്രാക്ടർ കമ്പനിയാണ് എസ്കോട്ട്സ് കുബോട്ട. അവർക്ക് RBIയുടെ സർട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. അവർ NBSE ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സർട്ടിഫിക്കേഷനാണ് അവർക്ക് ലഭിച്ചത്. അടുത്തത് അദാനി ഗ്രീൻ എനർജിയുടെ 1,150 MWC ജോയിൻറ്റ് വെഞ്ചറായിരുന്നു ഫ്രാൻസ് ടോട്ടൽ എനർജിയുമായിട്ടുണ്ടായിരുന്നത്. ഇതിലൂടെ 444 മില്യൺ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഖാദ്വ ഗുജറാത്തിലുള്ള ലോകത്തിലെ ഏറ്റവും വലിയ റിന്യൂവബിൾ എനർജി പ്ലാന്റിൻ്റെ 50% സ്റ്റേക്ക് ഈ ഫ്രാൻസ് കമ്പനി വാങ്ങിയിരിക്കുകയാണ്. അടുത്തത് ബയോകോൺ ടാബുക് ഫാർമയുമായി ചേർന്ന് ഗ്ലൂക്കഗോൺ ലൈക്ക് പെപ്റ്റൈഡ് 1 പ്രോഡക്ട്സ് മിഡിൽ ഈസ്റ്റ് റീജിയനിൽ കൊമേഴ്ഷ്യലൈസ് ചെയ്യാനുള്ള പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റ് ഒപ്പുവെച്ചിട്ടുണ്ട്. അടുത്ത റെയിൽടെൽ കോർപ്പറേഷന് 156 കോടിയുടെ ഒരു വർക്ക് ഓർഡർ കിട്ടിയിട്ടുണ്ട്. നല്ല പോസിറ്റീവ് ന്യൂസാണ്. റെയിൽടെൽ കോർപ്പറേഷനെ എന്തായാലും വാച്ച് ചെയ്യേണ്ടതാണ്. ഈ പ്രൊജക്റ്റ് കൊങ്കൺ, പൂനെ, നാഷിക് റീജിയനിലേക്കുള്ള വർക്ക് ഓർഡറാണ്. ഇത്രയുമാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസുകൾ. ഇതിൽ ശ്രദ്ധിക്കേണ്ട കമ്പനികൾ ഒന്ന് റെയിൽടെലാണ്, പിന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ 2 കമ്പനികളായ ഭാരത് ഇലക്ട്രോണിക്സും ട്രെൻഡുമാണ്. ADR ന്യൂസ് നോക്കുമ്പോൾ ഇൻഫോസിസ് 1% അപ്പാണ്. ICICI ബാങ്കിന് ചേഞ്ച് ഒന്നുമില്ല. HDFC ബാങ്ക് 0.54% അപ്പാണ്. വിപ്രോ 2.17% അപ്പാണ്. റെഡ്ഡീസ് ലാബ് 0.53% അപ്പാണ്. ഇന്ന് എക്സ് റെക്കോർഡ് ബോണസ് ഇഷ്യൂ ഉള്ളത് പവർ മെക്കിനാണ് 1:1. പിന്നെ എക്സ് റെക്കോർഡ് സ്റ്റോക്ക് സ്പ്ലിറ്റ് ഉള്ളത് സംഗ്വി മൂവേഴ്സാണ്. 2 രൂപയിൽ നിന്ന് 1 രൂപയിലേക്കായിരിക്കും മാറുന്നത്. ഫെഡിൻ്റെ സോഫ്റ്റ് ലാൻഡിംഗ് ടാർഗറ്റ് ശരിവെച്ചുകൊണ്ടുള്ള US ജോബ്സ് ഡാറ്റ, അതുകൂടാതെ ചൈനയുടെ ഫിസ്ക്കൽ സ്പെൻഡിങ് അംബിഷൻസ് എന്നിവ ഏഷ്യ പസഫിക് റീജിയനിലെ മാർക്കറ്റുകളെ ഗെയിനിലേക്കാണ് നയിച്ചത്. നിക്കൈ 0.91%, ഓസ്ട്രേലിയയുടെ S&P ASX 200 0.17% പോസിറ്റീവിലാണ്. ഗിഫ്റ്റ് നിഫ്റ്റി 26,345 എന്ന ലെവലിലുള്ളത് നമുക്കിന്നൊരു പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് പ്രതീക്ഷിക്കാവുന്നത്. ഇന്നലെ കാണിച്ച പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഇന്നും മാർക്കറ്റിൽ തുടരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു.